നീറ്റ് ചോദ്യക്കടലാസ് ചോർച്ചയുടെ അന്വേഷണം CBIക്ക് വിട്ടു. 10 ദിവസത്തിനുള്ളിൽ പുതിയ പരീക്ഷാ തീയതികൾ പ്രഖ്യാപിക്കുമെന്ന് NTA DG അറിയിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് മനീഷ് യാദവ് എന്നയാൾ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട്. ആന്ധ്ര, ഹരിയാന, ജമ്മു കശ്മീർ, തെലങ്കാന എന്നിവിടങ്ങളിലും ചോദ്യപേപ്പർ ചോർന്നുവെന്ന് സംശയിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുന്നിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പരിസരത്ത് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. ബസന്ത് വിവരങ്ങളാണ്. ബസന്ത്, വലിയ വീഴ്ചയാണ് സംഭവിച്ചത്. ഇപ്പോൾ CBIക്ക് വിടുന്നു. എന്തൊക്കെയാണ് വിവരം? ദിവിഷ്, നീറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയുടെ 138 ചോദ്യങ്ങളാണ് ചോർന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. അതായത് ഏകദേശം 780 മാർക്കിൽ 600 മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോർന്നത് വലിയ വിവാദമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ NTA ഈ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നത്. പുതിയ തീയതി 10 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. CBIക്ക് ഇതിൻ്റെ അന്വേഷണം വിട്ടുകൊണ്ടുള്ളൊരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ വേരുകളുണ്ട്, ഈ ഗൂഢാലോചനയുടെ വേരുകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി. NTAക്കുള്ളിൽ നിന്നും ആരെങ്കിലും ഇത്തരത്തിലൊരു അട്ടിമറിക്ക് ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കാൻ CBIക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അഭിഷേക് സിംഗ് പറഞ്ഞിരിക്കുന്നത്. മുഴുവൻ ചോദ്യപേപ്പറും ചോർന്നിട്ടില്ല, ഏതാനും ചോദ്യങ്ങൾ ചോർന്നു എന്നുള്ളതാണ്. ഏതെല്ലാം ചോദ്യങ്ങളാണ് ചോർന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏകദേശം 90 ചോദ്യങ്ങൾ ഫിസിക്സിൽ നിന്നും ബാക്കി 35-38 ചോദ്യങ്ങൾ കെമിസ്ട്രിയിൽ നിന്നും ചോർന്നു എന്നുള്ളൊരു പ്രാഥമിക വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും ഇക്കാര്യമൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. നാസിക്കിൽ നിന്നും, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നും ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. രാജസ്ഥാൻ പോലീസിൻ്റെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടി എന്നാണ് ഇപ്പോൾ നാസിക് പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. മനീഷ് യാദവ് എന്നുള്ളൊരു പേരാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ മറ്റൊരു ഡോക്ടറെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നാസിക്കിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും വലിയ തോതിലുള്ള ഒരു അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ വേണ്ടിവരും എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. വിദ്യാർത്ഥികൾ നേരിട്ട മാനസിക പ്രയാസം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ പുതിയ രജിസ്ട്രേഷൻ വേണ്ട എന്നുള്ളതാണ് NTAയുടെ തീരുമാനം. അതായത് പുതുതായിട്ട് നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നിലവിൽ നൽകിയ ഫീസ് റീഫണ്ട് ചെയ്യുമെന്നും NTA വ്യക്തമാക്കിയിട്ടുണ്ട്.